നമ്മൾ കഴിഞ്ഞ ഉം. ക്ലാസ്സിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത് ഹബ്സ്പോക്ക് ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ ഓൺ പ്രം കണക്ടിവിറ്റിയെ കുറിച്ചും ഹൈബ്രിഡ് ക്ലൗഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് നമുക്ക് VPN ഗേറ്റ്വേസ് എന്തായാലും നമുക്ക് ക്ലൗഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓൺ പ്രമുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു, ഒരു VPN ഗേറ്റ്വേസ് ഇവിടെ മാൻഡേറ്ററി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ പറഞ്ഞത് അല്ലേ? യെസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓൺ പ്രമിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരു VPN ഗേറ്റ്വേ നമ്മൾ എടുക്കേണ്ടി വരും. ഓൺ പ്രമിനകത്ത് വരുമ്പോൾ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു, നമുക്കൊരു VPN ഡിവൈസസ് അല്ലെങ്കിൽ ഒരു ഫയർവാളോ ഏതെങ്കിലും ഒരു VPN ഡിവൈസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പറഞ്ഞു പോയത് അല്ലേ? അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു പല ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ? അത് VPN ഗേറ്റ് സൈറ്റ് ടു സൈറ്റ് VPN ചെയ്യാം, അതേപോലെ നമുക്ക് എക്സ്പ്രസ് റൗട്ട് ഉപയോഗിക്കാം, അതിന്റെ പല പ്ലാൻസുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ട് നമ്മളേല്, അല്ലെങ്കിൽ തന്നെ ഇൻസൈഡ് അഷ്യൂറിനെ തന്നെ ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന പോലെ വിനെറ്റ് A ഉണ്ട്, വിനെറ്റ് B ഉണ്ട്, മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് ഉണ്ട്. ലൈക്ക് ചിലപ്പോൾ ഡെവലപ്മെന്റ് ആയിരിക്കാം, ചിലപ്പോൾ പ്രൊഡക്ഷൻ ആയിരിക്കാം, മൾട്ടി റീജിയൻ ആയിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഇതിലേക്കൊക്കെ നമ്മൾ ഇന്റർ കണക്ട് ചെയ്യുമ്പം അതിനുവേണ്ടി നമ്മളൊരു സൊല്യൂഷൻ പറഞ്ഞു, പിയറിംഗ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞായിരുന്നു അല്ലെ? പക്ഷെ ഓൺ പ്രമോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് വേണം, ഒരു VPN ഗേറ്റ്വേ നമുക്ക് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു, ശരിയല്ലേ? ഹലോ ഹലോ യെസ്. ഓക്കെ, VPN ഗേറ്റ്വേ നമുക്ക് വേണമെന്ന് പറഞ്ഞു. VPN ഗേറ്റ്വേ പല സ്പീഡിൽ കിട്ടും, 100 Mbps മുതൽ 10 Gbps വരെയുള്ള സ്പീഡിൽ നമുക്ക് കിട്ടും. പക്ഷെ ഓരോ നെറ്റ്വർക്കിനെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓൺ പ്രൊമോട്ട് കണക്ട് ചെയ്യാനും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് 1000 ഓരോന്നിനും നമുക്ക് VPN ഗേറ്റ്വേസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലെ? അപ്പൊ അതിനു വേണ്ടി അഷ്യൂർ നമുക്ക് സൊല്യൂഷൻസ് തരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഗേറ്റ്വേ ട്രാൻസിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഗേറ്റ്വേ സബ്നെറ്റിനകത്ത് ഈ പറഞ്ഞ VPN ഗേറ്റ്വേനെ തന്നെ നമുക്ക് ഒരു നെറ്റ്വർക്കിനകത്ത് വെച്ചിട്ട്, അതായത് ഹബ്സ്പോക്ക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവനെ കൊണ്ടുവരാൻ പറ്റും. ലൈക്ക് ഇതേപോലെ ഇത് കാണുന്നുണ്ടോ? അതായത് ഇത് നമ്മുടെ ഒരു റീജിയൻ ആണെന്ന് വെച്ചോളൂ. ഇത് നമുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ റീജിയനുള്ള പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കാം, ചിലപ്പോൾ ഇത് ചിലപ്പോൾ എന്തായിരിക്കും UAE ആയിരിക്കാം. അപ്പൊ എന്നിട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഓക്കെ, സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് ആ നെറ്റ്വർക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ VPN ഗേറ്റ്വേ എന്ത് ചെയ്യുന്നു, കോൺഫിഗർ ചെയ്യുന്നു. കാണുന്നുണ്ടോ? ആ VPN ഗേറ്റ്വേയിലേക്ക് നമ്മുടെ ഓൺ പ്രം കണക്ടിവിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുക, സൈറ്റ് ടു സൈറ്റ് VPN എന്ത് ചെയ്യുക, എനേബിൾ ചെയ്തിട്ട് ഈ VPN ഗേറ്റ്വേയിലേക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരിക്കും, പിയറിംഗ് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് പിയറിംഗ് ഉണ്ട്, നോർമൽ പിയറിംഗും ഉണ്ട്, ഗ്ലോബൽ പിയറിംഗും ഉണ്ട് എന്ന് പറഞ്ഞു. പിയറിംഗ് ആണെങ്കിൽ, നോർമൽ പിയറിംഗ് ആണെങ്കിൽ നമുക്ക് സെയിം റീജിയനുള്ള കണക്ടിവിറ്റി ആയിരിക്കും. അതല്ല, നമുക്ക് ഡിഫറെന്റ് റീജിയൻ ലൈക്ക് സെൻട്രൽ ഇന്ത്യയിലുള്ളവരെ സെൻട്രൽ US ആയിട്ട് കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ UAE ആയിട്ട് കണക്ട് ചെയ്യണം, സൗത്ത് ഇന്ത്യ ആയിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഗ്ലോബൽ പിയറിംഗ് നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏത് തന്നെ ആയിക്കോട്ടെ, അവിടെ നമുക്ക് ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് ലോഡ്സ് ഒക്കെ റൺ ചെയ്യുന്നത് ഒരു സ്പോക്കിനകത്തായിരിക്കാം. ആ സ്പോക്കിന് എന്ത് ചെയ്താൽ മതിയായിരിക്കും, ഈ സബ്നെറ്റിലേക്ക്, അതായത് ഈ നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും, ഒരു പിയറിംഗ് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹബ്ബ്, അതായത് ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന VPN കണക്ട് ചെയ്തിരിക്കുന്ന ഈ VNet ഒരു ഗേറ്റ്വേ ട്രാൻസിറ്റിനെ പോലെ ഇവൻ എന്ത് ചെയ്യും, ഇതിനകത്ത് ആക്ട് ചെയ്യും. കാര്യം മനസ്സിലായോ? അതായത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള VPN ഗേറ്റ്വേസ് എടുത്ത് നമ്മൾ റൗട്ട് ചെയ്യുന്നതിന് പകരം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഗേറ്റ്വേ ട്രാൻസിറ്റിനെ നമുക്ക് കൊണ്ടുവന്ന്, അതായത് ഒരു VNetiലേക്ക് ഒരു VPN ഗേറ്റ്വേ കൊണ്ടുവന്നിട്ട് ആ VPN ഗേറ്റ്വേയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ മൾട്ടിപ്പിൾ വർക്ക് ലോഡ്സുകളെ പിയറിങ്ങോ ഗ്ലോബൽ പിയറിങ്ങോ അല്ലെങ്കിൽ നോർമൽ പിയറിങ്ങോ ചെയ്തിട്ട് നമുക്ക് അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൗട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എക്കണോമിക്കലി വളരെയധികം ലാഭം ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുക, ഈ ഗേറ്റ്വേ ട്രാൻസിറ്റ് എന്ന് പറയുന്ന അഷ്യൂറിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ടോ, അതായത് ഗേറ്റ്വേ ട്രാൻസ് ഈസ് എ പിയറിംഗ് പ്രോപ്പർട്ടി one which whatever use a VPN gateway is peered which whatever for the ക്രോസ് പ്രമിസ് ഓർ VNet to VNet കണക്ടിവിറ്റി. അതായത് നമുക്ക് ഓൺ പ്രമിലേക്കുള്ള ഒരു കണക്ടിവിറ്റി നമുക്ക് ഈ നെറ്റ്വർക്കിൽ നിന്ന് എല്ലാത്തിലും, അപ്പൊ ഈ നെറ്റ്വർക്കും എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്കും എനിക്ക് എന്ത് ചെയ്യണം, എന്റെ ഓൺ പ്രൊമുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. ഈ നെറ്റ്വർക്കും എന്റെ ഓൺ പ്രൊമുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇതിൽ ഓരോന്നിലേക്ക് നമ്മളൊരു സൈറ്റ് ടു സൈറ്റ് VPN എനേബിൾ ചെയ്തതിന് പകരം സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു VNet എടുത്ത് കോൺഫിഗർ ചെയ്ത് അതിനെ ഒരു ട്രാൻസിറ്റ് ഗേറ്റ്വേ ആക്കി നിർത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ വെച്ച് മൾട്ടിപ്പിൾ നെറ്റ്വർക്കിലേക്ക് ഇവൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റൗട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ റൗട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ പറയുന്ന VNetനെ നമ്മൾ പറയുന്ന പേരാണ് ആസ് എ ഗേറ്റ്വേ ട്രാൻസിറ്റ്.
ഇത് ആക്ച്വലി നമ്മൾ മാനുവലി കോൺഫിഗർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ ഗേറ്റ്വേ ട്രാൻസിറ്റ്. ഇതല്ലെങ്കിൽ അഷ്യൂർ തന്നെ വേറൊരു സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഷ്യൂർ വിർച്വൽ വാൻ എന്ന് പറയുന്ന സർവീസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല പേയ്മെന്റ് ആയിരിക്കും. ആ ഹബിനെ, ആ ട്രാൻസിറ്റിനെ ആര് തന്നെ മാനേജ് ചെയ്യും, ഇവര് തന്നെ മാനേജ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇതിനേക്കാളും കുറച്ചുകൂടി എക്കണോമിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏതെന്ന് പറയുക, ഈ ഗേറ്റ്വേ ട്രാൻസിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ ഗേറ്റ്വേ ട്രാൻസിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് നെറ്റ്വർക്കുകളും ഹബ്സ്പോക്കുകളും മൾട്ടിപ്പിൾ നെറ്റ്വർക്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഇത് വരിയായിരിക്കും. ഇതിനെ നമ്മൾ ഗേറ്റ്വേ ട്രാൻസിറ്റ് എന്ന് പറയുന്നു. പക്ഷേ ഈ VPN ഗേറ്റ്വേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരു അഡീഷണലി സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സബ്നെറ്റിനെ പറയുന്ന പേരാണ് ആസ് എ ഗേറ്റ്വേ സബ്നെറ്റ്. ആ സബ്നെറ്റിനെ പറയുന്ന പേരാണ് ആസ് എ ഗേറ്റ്വേ സബ്നെറ്റ്. ഇതുണ്ടോ, ഇൻ അഷ്യൂർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അഷ്യൂർ ഗേറ്റ്വേ സബ്നെറ്റ് ആൻഡ് ദ അഷ്യൂർ ഗേറ്റ്വേ ട്രാൻസ് ഗേറ്റ്വേ ഈസ് ദാറ്റ് സബ്നെറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ വിർച്വൽ നെറ്റ്വർക്ക് IP. അതായത് നമ്മളൊരു വിർച്വൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന, അവിടെ നമ്മൾ ഒരു അഡീഷണൽ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ എന്താ പറയുക, ഗേറ്റ്വേ സബ്നെറ്റ്. നമ്മൾ വിനെറ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഗേറ്റ്വേ സബ്നെറ്റ് എന്ന് പറയുന്ന ഒരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് വിനെറ്റിനകത്തുണ്ട്. പക്ഷേ വൈൽ ദ ട്രാൻസിറ്റ് ഗേറ്റ്വേ ഈസ് എ ഫീച്ചർ ഓഫ് ദ വിനെറ്റ് പിയറിംഗ്. പിയറിംഗിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീച്ചർ ആണ്. പിയറിംഗ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ VPN ഗേറ്റ്വേയുടെ നമ്പർ ഓഫ് കുറയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന നല്ലൊരു സർവീസ് ആണ്, നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഗേറ്റ്വേ, ഈ ട്രാൻസിറ്റ് ഗേറ്റ്വേ എന്ന് പറയുക. Okay, Azure Gateway a subnet that contains the IP address used to by virtual network gateway resource gateways to work properly. Azure Gateway Transit Gateway, the feature of the VNet peering service that allows a virtual network to use a VPN or express route gateway is pre-aired virtual network. This is a useful for cross-premise and a network-to-network connectivity. Gateway Transit can help the reduce the complexity of the network and the overhead of the managing the multiple gateways. അത് multiple gateways നമുക്ക് മാനേജ് ചെയ്യുന്ന ഓവർഹെഡ് നമുക്ക് മാറ്റാൻ പറ്റും. അതേപോലെ എക്കണോമിക്കലി നമുക്ക് ലാഭമാകും ഈ നമ്മളൊരു ഗേറ്റ്വേ ട്രാൻസിറ്റ് കൊണ്ടുവരുന്നത് കൂടി. It can be used to create a transit VNet that contain a VPN gateway, the network virtual appliance and നമുക്ക് നെറ്റ്വർക്ക് വിർച്വൽ അപ്ലയൻസസ് ലൈക്ക് ഫയർവാൾസ് അങ്ങനെയുള്ള ഡിവൈസസ് ഒക്കെ ഈ ഗേറ്റ്വേയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ, സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ഹബ്ബൊക്കെ ബിൽഡ് ചെയ്ത് സെൻട്രലൈസ്ഡ് മൾട്ടിപ്പിൾ നെറ്റ്വർക്സിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫയർവാൾ വഴി UDR വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് എവിടെ ഉണ്ട്, നമുക്ക് ഇതിനകത്തുണ്ട്. ആക്ച്വലി ഈ ഗേറ്റ്വേ സബ്നെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിനെറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ഓപ്ഷൻസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഗേറ്റ്വേ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ VPN ഗേറ്റ്വേ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ആ ഗേറ്റ്വേ സബ്നെറ്റ് കാണിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതിയായിരിക്കും, നമ്മുടെ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, സി ഇവിടെ നമ്മുടെ നെറ്റ്വർക്ക് എടുക്കാം. VNet 1 security IP address. I'm following this range. Okay, come to the subnets. See this, you can create subnet and the gateway. That's the difference. The subnet and the gateway subnet. You can create here gateway subnets. See the name is, purpose is virtual network gateway. Virtual network gateway. Clear? Hello? Sir, okay le? Hello? Yes. Sir, mute ആയിരുന്നല്ലോ. കേൾക്കണില്ലേ? ഓക്കെ. അപ്പൊ ഗേറ്റ്വേ ട്രാൻസിറ്റും ഗേറ്റ്വേ സബ്നെറ്റും നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? ഹലോ?